ഇന്ന് ചെയ്യുന്ന വീഡിയോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോഡേൺ ലുക്കിലുള്ള ഷോ ബട്ടൺ മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഫ്ലോറൽ പ്രിൻറ്റിലുള്ള ഒരു ക്ലോത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള 3 ബട്ടൺസ് എടുത്തിട്ടുണ്ട്. ഈ ബട്ടൺസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ക്ലോത്തിനെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടൺസ് റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് ഈ ക്ലോത്തും റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബട്ടൺസിനേക്കാളും കുറച്ച് വിട്ട് കൂട്ടി വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഒരു സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ട് ഇതിനെ ഒന്ന് തുന്നിയെടുക്കണം. തുന്നുന്നതും ഈ തുണിയുടെ അറ്റത്തായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ ഇങ്ങനെ തുന്നിയെടുക്കാം. കുറച്ച് അകത്തി റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. ആ ഒരു സർക്കിള് ഫുള്ളായിട്ട് ഇങ്ങനെ തുന്നിയെടുക്കാം. തുന്നിയതിന് ശേഷം ത്രെഡ് കെട്ടിയൊന്നും വെക്കരുത്. എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് ബട്ടൺസ് വെച്ച് കൊടുക്കാം. ബട്ടൺസ് നടുവിൽ വെച്ചതിന് ശേഷം ആ ത്രെഡ് പയ്യേനെ ഇങ്ങനെ ഒന്ന് വലിച്ച് മുറുക്കാം. ക്ലോത്ത് നന്നായിട്ട് ടൈറ്റ് ആവുന്നത് വരെയും ത്രെഡ് വലിച്ച് വെക്കണം. ഇതിന് 3-4 തവണ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കി 2 ബട്ടൺസ് കൂടി ചെയ്തെടുക്കാം. ഈ ഷോ ബട്ടൺ പാർട്ടി വെയർ ഡ്രസ്സിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കല്ലോ മുത്തോ മിററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് അലങ്കരിക്കാം കേട്ടോ. അതല്ലാതെ ഇതിങ്ങനെ തന്നെ വെച്ചാലും ഭംഗിയാണ്. ഞാനിതിലേക്ക് മിറർ വെച്ച് കൊടുക്കാൻ പോവാണ്. ഇത് ഞാനൊരു ലേസിൽ നിന്നും കട്ട് ചെയ്തെടുത്ത മിറർ ലീഫാണ്. ഇത് ഞാൻ ഈ ബട്ടൺസിൻ്റെ നടുക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതുകൂടി ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒരു ലുക്കായിട്ടുണ്ട്. പിന്നെ ഇതിന് ചുറ്റുമായിട്ടും വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ബീഡ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ബട്ടൺസിൻ്റെ ബാക്കിൽ ഞാൻ പിന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വലിയ ബട്ടൺസ് ആയതുകൊണ്ട് പിന്ന് കുത്തിയാലും പുറമേക്ക് കാണില്ല. അപ്പോൾ ഡ്രസ്സിലൊക്കെ വെക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ പിന്ന് കുത്തി കൊടുത്താൽ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് അഴിച്ച് മാറ്റുകയും ചെയ്യാം. ഞാനിതെൻ്റെ ഒരു കുർത്തിയിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുർത്തിയിൽ മാത്രമല്ല ഷോളൊക്കെ പിൻ ചെയ്ത് വെക്കാനും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പഴയ ബട്ടൺസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഐഡിയാസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.